ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപിക്ക് ഉണ്ടായത് വമ്പിച്ച മുന്നേറ്റമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ബിജെപിക്ക് 14 ലക്ഷം വോട്ടിന്റെ വർധനവുണ്ടായെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. ക്രൈസ്തവ സഭാ നേതാക്കന്മാരുടെ മണിപ്പൂരിനെക്കുറിച്ചുള്ള അഭിപ്രായത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. മണിപ്പൂരിൽ നടന്നത് ഗോത്രകലാപമാണെന്ന ക്രൈസ്തവ സഭാ നേതാക്കന്മാരുടെ അഭിപ്രായത്തെ സ്വാഗതം ചെയ്യുകയാണ്. മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബിജെപി തൊട്ടുകൂടാനാവാത്ത പാർട്ടിയാണെന്ന തോന്നൽ മാറിയതായും സുരേന്ദ്രൻ പറഞ്ഞു. ബിജെപി ഇത്തവണ പരമ്പരാഗത വോട്ടിനൊപ്പം പട്ടികജാതി പട്ടികവർഗ വോട്ടർമാർക്കിടയിൽ കൂടി വലിയ സ്വാധീനമുണ്ടാക്കിയെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. അതേസമയം ആലപ്പുഴ ജില്ലയിൽ CPM പോപ്പുലർ ഫ്രണ്ടായി മാറിയെന്ന് സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ഏത് കൊള്ളപ്പണക്കാരനും കള്ളക്കടത്തുകാരനും ഒരു സമുദായത്തിലെ അംഗമാണെങ്കിൽ CPM-ൽ മെമ്പർഷിപ്പ് കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളതെന്നും പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവരെ CPM അവഗണിക്കുകയാണെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ആലപ്പുഴ ജില്ലയിലെല്ലാം CPM ഒരു പോപ്പുലർ ഫ്രണ്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആലപ്പുഴ, പുന്നപ്രയിലും വയലാറിലും അടക്കം BJP ഒന്നാം സ്ഥാനത്ത് വന്നു. വെറുതെ വന്നതല്ല. ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പാർട്ടിയിൽ അംഗത്വം എടുത്തവരുടെ ഡെമോഗ്രഫിയെ, റിലീജിയസ് ഡെമോഗ്രഫി നിങ്ങളൊന്ന് എടുത്ത് നോക്കണം. അതിൻ്റെ ഒരു കണക്ക് നിങ്ങളൊന്ന് നോക്കണം. ജനസംഖ്യ അനുപാതം. ഏത് കുഴൽപ്പണക്കാരനും കള്ളപ്പണക്കാരനും മണൽ കടത്തുകാരനും മാഫിയ പ്രവർത്തനം നടത്തുന്നവനും ഒരു സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ അവന് പാർട്ടിയിൽ അംഗത്വം കൊടുക്കുക. അവിടെയെല്ലാം പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ച് പാർട്ടി കെട്ടിപ്പൊക്കിയ പ്രബലമായിട്ടുള്ള പിന്നോക്ക ഹിന്ദു സമുദായങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെയെല്ലാം പ്രോ PDPFI ആൾക്കാർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. CPM-ന്റെ ഈ നിലപാട് ധ്രുവീകരണ രാഷ്ട്രീയത്തിന് വഴിവെക്കുമെന്നും തൃശൂരിൽ 25 വർഷമായി UDF-നെ പിന്തുണയ്ക്കുന്ന ബൂത്തുകളിലെല്ലാം ഇത്തവണ കോൺഗ്രസിന് വോട്ട് ചോർച്ചയുണ്ടായെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അടുത്ത തിരഞ്ഞെടുപ്പിൽ 35% വോട്ട് വർദ്ധിപ്പിക്കുക എന്നാണ് BJP-യുടെ ലക്ഷ്യമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. ജനം, കോഴിക്കോട്.